സ്ത്രീകളുടെ അന്തസ്സിൻ്റെ പുതുചരിത്രം. മന്ത്രി സി.പി. ജോൺ. സ്ത്രീകൾക്ക് നാളെ പുതിയ തുടക്കം. പ്രിയദർശിനി സൗജന്യ യാത്ര 325 ഓർഡിനറി ബസ്സുകളിൽ. ഇന്ദിരാഗാന്ധിയുടെ ജനകീയയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും കെ.എസ്.ആർ.ടി.സി. ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുഭവിക്കും. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായമാകുമെന്ന് മന്ത്രി സി.പി. ജോൺ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണെന്നാണ് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംവിധാനം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് മാത്രമായി ചുരുങ്ങേണ്ട ഒരു സംവിധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിൽ എന്തെങ്കിലും നിവൃത്തിയുള്ള ആൾക്കാർക്ക്, അതായത് വരുമാനമുള്ള സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്രയുടെ ആനുകൂല്യം കിട്ടാൻ അർഹതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സാധാരണ ഒരുപാട് ആൾക്കാരുണ്ട്, പാവപ്പെട്ട നിവൃത്തിയില്ലാത്ത ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടിയ ഉപകാരമായിരിക്കും. അല്ലാതെ പൈസ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ സത്യം അതാണ്. ഇത് പഠിക്കാതെയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ടവരും പണക്കാരുമായിട്ട് തിരിച്ചാണ് റേഷൻ കൊടുക്കുന്നത്. അതായത് റേഷൻ കടയിൽ ഇപ്പം പല ടൈപ്പിലുള്ള കാർഡുകളാണ്. ഓരോ കാർഡിനും ഓരോരോ രീതിയാണ്. ഏറ്റവും പൈസ ഉള്ള ആൾക്കാർക്ക് കാർഡുണ്ട്, അതിൻ്റെ താഴെത്തട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞ BPL കാർഡ്, അങ്ങനെ ഏറ്റവും കുറഞ്ഞ കാർഡ് വരെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം ഇതിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് സമൂഹത്തിൽ ചെറിയ ശമ്പളത്തിനൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ചിലപ്പം ബസ് ഫെയർ തന്നെ ആ ശമ്പളത്തിൽ നിന്ന് പകുതിയും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ തിരിച്ച് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ട്രാവൽ കാർഡൊക്കെ കൊടുത്ത് അവരെ മാത്രമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തി, അതായത് ആ കാർഡ് ഒരു സിമ്പിളായിട്ട് അവരെ കയ്യിൽ സൂക്ഷിക്കുക. ആ കാർഡ് കാണിക്കുമ്പോൾ 0 ടിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നതാണ്. ചിലപ്പോൾ എൻ്റെ മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം. നമ്മളിപ്പം അമ്പലങ്ങളിൽ അന്നദാനം കണ്ടിട്ടുണ്ടല്ലോ. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ പല ആൾക്കാരും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാതെയാണ് അമ്പലത്തിൽ വന്ന് കഴിക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണമാണ്, വാങ്ങി കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിൽ പറ്റുന്ന ഒരു വീഴ്ചയെന്ന് പറഞ്ഞാൽ ഇതേ വീഴ്ചയാണ് അവിടെയും വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന ആൾക്കാരടുത്ത് ആ അന്നദാനം കറക്റ്റായി എത്തുന്നില്ല. മിച്ചമുള്ള ആഹാരമൊക്കെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പല അമ്പലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല അന്നദാന സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. മിച്ചമുള്ള സാധനങ്ങൾ എടുത്ത് ദൂരെ കളയുകയാണ്. അല്ലെങ്കിൽ കുറച്ചൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു വാർപ്പ് ചോറ് തന്നെ വെട്ടിമൂടുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വിശന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ സംഭവം. ഡിസ്പെയർ എടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ സമൂഹത്തിൽ ഒരുപാട് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ യാത്രാ സൗകര്യം കൂടുതൽ പ്രയോജനപ്പെടും. പക്ഷേ ഈ തരംതിരിച്ച് ഇത് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ ഉപകാരമായിരുന്നു. കാര്യം KSRTC കുറച്ച് ലാഭം വന്നേനെ. കാര്യം എല്ലാവർക്കും ഫ്രീ കൊടുക്കണ്ടല്ലോ. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഫ്രീ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറേ ലാഭം കിട്ടിയ. ഇതൊക്കെ എത്രത്തോളം വിജയിക്കുമെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാര്യം പല സംവിധാനങ്ങളും കൊണ്ടുവരുന്നത് കൊട്ടിഘോഷിച്ചാണ്. പക്ഷേ എല്ലാം പരാജയപ്പെടുന്നതാണ് പതിവ്. അത് നമുക്ക് സിറ്റിയിൽ നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ബസ് സ്റ്റോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കൊട്ടിഘോഷിച്ച് ഭയങ്കര അലങ്കാരവും ഭംഗിയും ആഡംബരമൊക്കെ ആയിരിക്കും. പിന്നെ കുറേ കാലത്തേക്ക് അതങ്ങനെ തന്നെ കിടക്കും. പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ അത് സ്റ്റിക്കറും കൊണ്ടൊട്ടിച്ച് പേപ്പറും കൊണ്ടൊട്ടിച്ച് അത് പിന്നെ വൃത്തികേടാണ്.
എല്ലാ രീതിയും അത് ഇങ്ങനെയാണ് നടക്കുന്നത്. കാര്യം എല്ലാ രീതിയിലും എന്ത് സംവിധാനം വന്നാലും ആദ്യത്തെ കൊട്ടിഘോഷിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നീടത് ആരും വലിയ പരിഗണന കൊടുക്കാറില്ല. പിന്നെ ആൾക്കാരങ്ങ് മറന്നു പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഞാൻ പറയാൻ വന്നത് ഇത്രയാണ്. സമൂഹത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, സാമ്പത്തികമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുത്തിട്ട് സമൂഹത്തിൽ മുന്നിൽ സാമ്പത്തികമായി എത്തിയ ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പം KSRTCക്ക് കുറേ പൈസ ലാഭം കിട്ടും, കുറച്ച് വരുമാനം നഷ്ടമാവുകയുള്ളൂ. അത് സർക്കാർ കൊടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അഭിപ്രായമാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ശരി, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.